ട്രിവാൻഡ്രം ടു ജനീവ. ഓക്കെ, പാരീസിൽ പോയിട്ട് വരാം. എല്ലാവർക്കും ഫ്രഞ്ച് മല്ലു കപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ തിരുവനന്തപുരത്ത് നിന്നും ജനീവ വരെയുള്ളൊരു യാത്രയാണ്. കാത്തിയെ കാണാൻ വേണ്ടി. കാത്തിയും ഞാനും നമ്മൾ ഏകദേശം 4 വർഷത്തിലധികം പരിചയം ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ കാത്തിയുടെ നാടോ വീടോ ഒന്നും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. കാത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ നിൽക്കുകയും ചെയ്തു. അവൾ നമ്മുടെ മാരേജ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം കാത്തി ക്ലാസ് തുടങ്ങിയത് കാരണം തിരിച്ചുപോയി. ഞാനിവിടെ നാട്ടിൽ തന്നെ കൂടി. സോ ഇപ്പം അങ്ങോട്ടേക്ക് പോകാനൊരു അവസരം വന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് ജനീവ വരെ. ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെ 4:30 ഫ്ലൈറ്റിന് ഞാൻ അങ്ങനെ കാത്തിയുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ഞാനീ പോകുന്നതിനുള്ള വിഷമങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെയാണ് കാണുന്നത്. ആദ്യം തന്നെ പോയി അമ്മുമ്മയുടെ അടുത്തൊരു യാത്ര പറഞ്ഞു. അമ്മുമ്മ ഭയങ്കര അധികം വിഷമത്തിലാണ് ഞാൻ പോകുന്നത് കാരണം നമ്മൾ വളരെയധികം ക്ലോസ് ആണ് ഞാനും ഉമ്മയും തമ്മിൽ. അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട്, സന്തോഷവും ഉണ്ട്, പിന്നെ പോകുന്നതിൻ്റെ ഒരു വിഷമമാണ്, അത്രേ ഉള്ളൂ. ചാടി എണീക്ക്. പോണേ. എന്നെ യാത്രയാക്കാനായിട്ട് മാമൻ്റെ ഫാമിലിയും പിന്നെ വാവ, അതായത് എൻ്റെ അനിയൻ, അവൻ്റെ 2 കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അമ്മ വളരെയധികം വിഷമത്തിലാണ്. കാരണം പുള്ളിക്കാരി നമ്മളെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കത്തില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അമ്മയുടെ മുഖത്ത് നല്ല രീതിയിൽ കാണാൻ കഴിയും. എന്തായാലും ഇതൊക്കെ സാധാരണ തന്നെയാണല്ലോ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങൾ തന്നെയാണ്. പോകുന്ന വഴിക്ക് പഴവങ്ങാടി അമ്പലത്തിൽ കയറുന്നു തൊഴുതു. അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തിയിട്ടുണ്ട്. പോകുന്നതിൻ്റെ വിഷമം എനിക്കുമുണ്ട്, വീട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് 4:30 എടുക്കുന്ന ഫ്ലൈറ്റ് നേരെ എത്തുന്നത് ദുബായ്. ദുബായിൽ നിന്ന് 1.5 മണിക്കൂർ ലേ ഓവർ. അതിനുശേഷം ദുബായ് ടു ജനീവ, സ്വിറ്റ്സർലൻഡ്, അവിടേക്കാണ് യാത്ര. ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഞാനൊരു 4 മാസത്തെ ലീവിന് അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ശരിയാണോ എന്ന് നോക്കുന്ന പരിപാടി നടക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ടും ഇന്ത്യക്ക് പുറത്തേക്ക് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടും അതിൻ്റേതായ ഒരു ഹാപ്പിനെസ്സും ആങ്ഷ്യസും എല്ലാം എനിക്കുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മുഖത്ത് വിഷമങ്ങൾ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. കൂട്ടത്തിലെ മാമനും മാമിയും എല്ലാവരും ഉണ്ട്. പിന്നെ എൻ്റെ അനിയൻ്റെ കൂട്ടുകാരന്മാരെന്ന് പറയുന്നതാണ് ഈ ലിജോയ്, അഖിൽ, അവന്മാരും കൂടെ ഉണ്ട്. ആ സമയത്ത് തന്നെ കാത്തി എന്നെ ഒന്ന് കോൾ ചെയ്തു കയറുന്നതിന് മുന്നേ. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ അമ്മയ്ക്ക് നല്ല അധികം വിഷമമായി.
ഇനി അങ്ങോട്ട് നടന്നു പോകാം. ഓക്കെ CRV GBA അതാണ് ഓരോ മൊമെന്റ്സ് ഷൂട്ട് 4 വർഷത്തേക്കാണ് പോകണം. 4 വർഷത്തേക്ക് സന്തോഷത്തോടെയാണ് അനുഗ്രഹമാണ് എൻ്റെ കാല് കഴിഞ്ഞില്ലേ ഇപ്പൊ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൂടെ എന്നെ കൂടെ കൊണ്ടുവന്നും പറഞ്ഞാണ് കരയുന്നത്. ഒരു വിഷയം അയച്ചു നീ പോയി തിരിച്ചണം. ഞാൻ നാളെ തൊട്ട് വീണ്ടും ചായ അടിക്കാൻ പോണം. ഓക്കെ പേടിപ്പെടുത്തുന്ന സിനിമയിലൊക്കെ ട്രാക്കുളയിലൊക്കെ വരുന്നത്. ഇവിടെ പാവം ഞാൻ മാത്രം ആർക്കും വേണ്ട. താഴെക്കിടക്ക് ചായ കുടിക്കാൻ പൈസ ഞാൻ വാങ്ങിക്കോളാം. ഞാൻ കൊടുത്തിട്ട് വാങ്ങിക്കാം. എൻ്റെ എന്തേലും പറ കേട്ടോ. 4 മാസം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ വീട്ടുകാരുടെ യാത്ര പറഞ്ഞ് എയർപോർട്ടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം എമിറേറ്റ്സിൻ്റെ കൗണ്ടറിൽ ചെന്ന് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. അതിനുശേഷം പിന്നെ എമിഗ്രേഷൻ നടപടികൾ, ശേഷം ഒരു സെക്യൂരിറ്റി ചെക്ക്, ഇതൊക്കെ കഴിഞ്ഞ് നേരെ ബോർഡിംഗ് ഗേറ്റിനടുത്തേക്ക് എത്തി. അതിനുശേഷം ട്രിവാൻഡ്രം എയർപോർട്ടിനകത്ത് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ചുറ്റി നടന്നു. ലൈഫിലെ ആദ്യത്തെ ഫ്ലൈറ്റ്, അത് 1 അല്ല 2 എണ്ണം. അതുപോലെ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ആദ്യത്തെ യാത്ര. എയർപോർട്ടിൽ ഇങ്ങനെ ചുറ്റി നടന്നപ്പോൾ നമുക്കിതുപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ബാക്കി കുറേ ഫോറിനേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള കുറച്ച് വസ്തുക്കളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ വളരെയധികം ആങ്ഷ്യസ് ആണ്, ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, സാഡാണ്, എല്ലാം കൂടെ ഒരു മിക്സഡ് മൊമെൻ്റാണ്. ദ മെയിൻ റീസൺ ഈസ് വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. അച്ഛനമ്മ, അനിയൻ, വീട്ടുകാരെല്ലാവരും. ഞാനങ്ങനെ അധികം വിട്ടു നിൽക്കുന്ന ഒരു ടൈപ്പല്ല വീട്ടിൽ നിന്ന്. കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഹോംലി ബോയ് ആണ്. പിന്നീട് ഹാപ്പിനെസ് എന്ന് വെച്ചാൽ കാത്തിയെ കാണുന്നതിന് ഹാപ്പിനെസ് ഉണ്ട്. കാത്തിയുടെ ഫാമിലി ഇതുവരെ അവിടെ പോയി നേരിട്ട് കണ്ടിട്ടില്ല, അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. അവർ വളരെയധികം സന്തോഷത്തിലാണ്. ഇവിടെ സങ്കടം, ഒരു സൈഡ് ഹാപ്പിയും ഒരുപാട് സങ്കടം. ഇവിടെ നിങ്ങൾക്ക് ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേയധികം യാത്രക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഫ്ലൈറ്റ് 4:30 ഞാനിപ്പോൾ 3 മണിയും കണ്ട് ഇവിടെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ ആകുന്നതുവരെ വെറുതെ ചുറ്റി കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ള മെസ്സേജ് വന്നായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് എമിറേറ്റ്സിൻ്റെ
EK89 നമ്പറിലുള്ള ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് ദുബായ്. അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് നടക്കുവാണ്. കൂടെ വേറെ യാത്രക്കാരുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള വാക്ക് വേയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അവിടെ ചെറിയ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് വീണ്ടും ഉണ്ട്. ക്യാബിൻ ക്രൂസിൻ്റെ സ്വീകരണത്തോടെ നമ്മളെല്ലാവരും അകത്തേക്ക് കയറി. പക്ഷേ അകത്തേക്ക് ചെന്നപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തപ്പോൾ വിൻഡോ സീറ്റാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് വിൻഡോ സീറ്റ് അല്ല, നമ്പറിൽ എന്തോ മിസ്റ്റേക്ക് ആയിരിക്കണം. എനിക്ക് കിട്ടിയത് ഈ സെൻട്രൽ കോളത്തിൽ വരുന്ന സൈഡ് സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതിനാൽ സൈഡിലെ കാഴ്ചകൾ നഷ്ടമായി. എനിവേ അവിടെ അങ്ങനെ തന്നെ ഇരുന്നു. എന്തായാലും ആദ്യത്തെ യാത്രയാണ്. വളരെയധികം സന്തോഷമുണ്ട്, ചെറിയൊരു ടെൻഷനുമുണ്ട്. വെളുപ്പിന് 4:30 ടേക്ക് ഓഫ് ആയതിനാലും ഇരുട്ടത്തിരുന്നതിനാലും അധികം ഫ്ലൈറ്റ് കാഴ്ചകളൊന്നും എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഞാനിപ്പോൾ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി. ദുബായ് എയർപോർട്ടിൽ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റിന് എടുക്കേണ്ടത്. ദുബായ് എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദുബായ് എയർപോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള 3ാമത്തെ വലിയ എയർപോർട്ടാണ്. അതിനാൽ കണക്ഷന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് വരെ നടക്കേണ്ടി വരും. ഇത് വളരെയധികം ടെർമിനൽസൊക്കെ ഉള്ള ഒരു എയർപോർട്ടാണ്. സോ ഞാൻ അവിടെ എയർപോർട്ട് ഇറങ്ങി. അതിനുശേഷം കുറേ ദൂരം നടന്നു. പിന്നീട് ഒരു മെട്രോ പിടിച്ചു. വീണ്ടും കുറച്ച് നടന്നു. അതിനുശേഷം ഇനി ഒരു ബസ് കൂടെ എടുത്ത് വേണം ജനീവ ഫ്ലൈറ്റ് കിടക്കുന്ന ബോർഡിംഗ് സ്ഥലത്തേക്ക് പോകാനായിട്ട്. സോ അങ്ങനെ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോഴുള്ളതെല്ലാം വിദേശികളായ യാത്രക്കാരാണ് കൂടെ ഉള്ളതെല്ലാം. അങ്ങനെ ഒരു ബസ്സിൽ വന്നിറങ്ങി. ഞാനിപ്പോൾ ദുബായ് ടു ജനീവ എമിറേറ്റ്സിൻ്റെ 300ER എന്ന ഫ്ലൈറ്റ് 777-300ER എന്ന ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ദുബായ് എയർപോർട്ടിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. കാരണം ഇത് നമുക്ക് തന്നെ അറിയത്തില്ല ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ തുടങ്ങുന്നു. അത്രയ്ക്ക് സൈസുള്ളൊരു എയർപോർട്ടാണ് ദുബായ്. അങ്ങനെ ജനീവയിലേക്കുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തവണയും എനിക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയത്. ഞാൻ അതുകൊണ്ട് എയർ ഹോസ്റ്റസിനോട് പറഞ്ഞൊന്ന് സ്വിച്ച് ചെയ്തായിരുന്നു. ഞാനങ്ങനെ അവരോട് ചോദിച്ച് വിൻഡോ സീറ്റ് സെലക്ട് ചെയ്തെടുത്തു. ഭാഗ്യത്തിന് വിമാനം ഫുള്ളല്ലാത്തതിനാൽ എനിക്ക് ഒരു വിൻഡോ സീറ്റ് കിട്ടി. അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ അവരൊരു മെനു തന്നു, ഫുഡിൻ്റെ ഒരു മെനു. പിന്നെ നമുക്ക് ഒരു ഇയർഫോണ്, ഒരു ബ്ലാങ്കറ്റ്, ഒരു പില്ലോ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടി. കുറച്ച് നേരത്തെ വെയിറ്റിന് ശേഷം അങ്ങനെ ഫ്ലൈറ്റ് ടാക്സി വേയിലൂടെ ഓടിത്തുടങ്ങി. ടാക്സി വേയിൽ നിന്ന് റൺവേയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എൻ്റെ 2 ഫ്ലൈറ്റും ബോയിങ് 777-300ER എന്ന ഫ്ലൈറ്റ് തന്നെയാണ്. ഇതൊരു വൈഡ് ബോഡി ഫ്ലൈറ്റാണ്. സോ കുറേയധികം യാത്രക്കാരെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ ടേക്ക് ഓഫ് നടന്നു. ഈ കാണുന്നതാണ് ടേക്ക് ഓഫ്. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് ചെയ്തെങ്കിലും ഞാൻ ഒന്നും കണ്ടില്ല പുറത്തുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ ഫ്ലൈറ്റിലായിരുന്നു ഞാൻ ടേക്ക് ഓഫ് നല്ല രീതിയിൽ അനുഭവിച്ചത്. വളരെ അടിപൊളിയായിരുന്നു. കുറച്ചധികം പൊങ്ങിയപ്പോൾ തന്നെ ദുബായിയുടെ ആകാശ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. ദുബായ് എന്ന നഗരത്തിൻ്റെ ഒരു വലിപ്പം ഈ വീഡിയോയിൽ തന്നെ വളരെയധികം ദൃശ്യമാണ്. പിന്നെ കുറച്ചൊക്കെ ഫോഗി അന്തരീക്ഷമായതിനാലാണെന്ന് തോന്നുന്നു വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്നില്ല. എന്നാലും കാഴ്ചകൾ വളരെ നല്ലത് തന്നെയാണ്. Look how big Dubai is. ആക്ച്വലി ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ചെറിയ ചതുരക്കട്ടകൾ പോലെ അടുക്കി അടുക്കി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ അതിനിടയിലൂടെയാണ് ഓരോ റോഡുകളും കടന്നു പോകുന്നത്. ആ റോഡുകൾ തീരുന്നിടത്ത് നിന്നും പിന്നെ അടുത്ത ഐലൻഡുകൾ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഐലൻഡുകളാണ്, നാച്ചുറൽ അല്ല, അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഐലൻഡുകൾ കാണാൻ കഴിയും. പൊങ്ങിക്കഴിഞ്ഞ് വിമാനം കുറച്ചുകൂടെ ഹൈറ്റ് കയറിയപ്പോൾ തന്നെ നമുക്ക് മേഘങ്ങളും വെള്ളമേഘങ്ങളെല്ലാം കാണാൻ കഴിയും. വിമാനം ഒരു 30,000 ഫീറ്റിൻ്റെയൊക്കെ മുകളിലെത്തുമ്പോൾ തന്നെ നമുക്ക് മേഘങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരു ഫീൽ കിട്ടും. ചില സമയങ്ങളിൽ നമുക്ക് താഴെയുള്ള വസ്തുക്കളൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെ അറബ് ഗൾഫ് പിന്നിടുമ്പോൾ തന്നെ നമുക്ക് താഴെ ഇതുപോലുള്ള ഓയിൽ റിഗുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് അറബി നാടിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായ എണ്ണ ഖനനം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു ഡിഷ് എന്ന രീതിയിൽ നമുക്കൊരു മാംഗോ ഡാനിഷ് കൊണ്ടുവന്നായിരുന്നു. ഫ്ലാറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫിലിംസോ അതുപോലെ സോങ്സോ ഒക്കെ കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ കാണുന്നത് ഇറാഖിൻ്റെ ഭൂപ്രകൃതിയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, കുറച്ചധികം വരണ്ട രീതിയിൽ തന്നെയാണ് ഇറാഖ് കാണപ്പെടുന്നത്. അങ്ങനെ ഞാൻ മാംഗോ ഡാനിഷും നമുക്കൊരു ഒരു ടീയും കിട്ടിയായിരുന്നു, അത് കഴിച്ചു. ടേസ്റ്റൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ഇറാഖിനൂടെ കുറച്ച് മുകളിലൂടെ പോയപ്പോൾ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാഗ്ദാദിന് മുകളിലൂടെ നമ്മൾ പറക്കാൻ തുടങ്ങി. നമ്മൾ ഈ യുദ്ധത്തിലും ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുറച്ച് ബാഗ്ദാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്നൊക്കെ മുകളിൽ കൂടെയൊക്കെ പറന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കുള്ള ലഞ്ച് എത്തിയായിരുന്നു. നമുക്കൊരു ഡെസേർട്ടായിട്ടൊരു ഐറ്റം ഉണ്ട്, പിന്നെ ഒരു ബോട്ടിൽ വാട്ടർ, കുറച്ച് ബട്ടർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് കിട്ടിയായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് പോകുന്ന പാത്താണ് ഈ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ടർക്കിക്ക് മുകളിലൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാധനമാണ് എനിക്ക് കഴിക്കാനായിട്ട് കിട്ടിയത് ലഞ്ചിന്. ഒരു ചിക്കൻ മീറ്റ് ബോളും അതിൻ്റെ കൂടെ പാസ്ത, സംഭവമൊക്കെ ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂറത്തെ യാത്രകൾക്കൊടുവിൽ ഞങ്ങളങ്ങനെ ഏഷ്യ വൻകര പിന്നിട്ട് യൂറോപ്പിലേക്ക് കടക്കുകയാണ്. ഈ കാണുന്നതൊക്കെ യൂറോപ്പിൻ്റെ ഭാഗങ്ങളാണ്. ബൾഗേറിയ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൾഗേറിയ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നമ്മൾ യൂറോപ്പിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ബൾഗേറിയ, സെർബിയ, ബോസ്നിയ, ക്രൊയേഷ്യ, ഇറ്റലി, കുറച്ചധികം രാജ്യങ്ങൾ പിന്നിട്ട് ആൽപ്സ് മൗണ്ടൻ റേഞ്ചിന് മുകളിലൂടെ ഇപ്പോൾ നമ്മുടെ വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ലാൻഡിംഗ് ഉണ്ടാകും. ഒരു രക്ഷയില്ല. ലൈഫിൽ ഒരു പ്രാവശ്യം അനുഭവിച്ചിരിക്കണം. വല്ലാത്തൊരു സീനായിട്ടത്. ലാൻഡിങ് ഫ്രഞ്ച് സ്വിറ്റ്സർലൻഡ് ബോർഡും ആൽപ്സും ഒരു ലേക്കും ഒരു രക്ഷയില്ല. Look at the mountain ranges. സ്വിറ്റ്സർലൻഡിനും ഫ്രാൻസിനും ഇടയിലുള്ള ആൽപ്സ് പർവ്വത നിരയും അതിന് മുകളിലുള്ള മഞ്ഞുമൂടിയ പ്രദേശങ്ങളൊക്കെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ്. സോ നമുക്ക് ലാൻഡിങ്ങിനുള്ള സമയമായി വരുന്നു. അങ്ങനെ സ്വിറ്റ്സർലൻഡിലെ മൂന്നാമത്തെ വലിയ സിറ്റിയായ ജനീവയിലുള്ള ലാൻഡിംഗ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ലാൻഡിങ് അത്ര സുഖകരമായിരുന്നില്ല. അത് ഈവൻ അവിടെയുള്ള ക്യാബിൻ ക്രൂ തന്നെ പറയുകയുണ്ടായി.
അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ലാൻഡ് ചെയ്തു. ഇവിടെ മൊത്തം ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ജനീവയിലെത്തി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇങ്ങനെ സ്വിറ്റ്സർലൻഡിലെ മണ്ണിൽ കാലി കുത്തിയിട്ടുണ്ടെന്ന്. എന്തായാലും കാത്തിയും അവളുടെ അമ്മയും അച്ഛനൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോയി ഫസ്റ്റ് കാണണം. അതിന് ഇമിഗ്രേഷൻ നടപടികൾ കാണും. അതുപോലെ കഴിഞ്ഞിട്ടാണ് അവരെ കാണാൻ. നല്ല തണുപ്പുണ്ട് ഇവിടെ. 0 ഡിഗ്രി 1 ഡിഗ്രി എന്തോ ആണ്. ഇമിഗ്രേഷന് വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. വളരെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം നടപടികളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ജനീവ എയർപോർട്ട് അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല, ഒരു ചെറിയൊരു എയർപോർട്ട് തന്നെയാണ്. ആക്ച്വലി കുറച്ചൊക്കെ ഞാൻ എൻ്റെ ബാഗേജ് തപ്പി നടക്കുമായിരുന്നു. എന്തായാലും ലാസ്റ്റ് കിട്ടി. ഞാനിവിടെ ഇറങ്ങിയ ഉടനെ തന്നെ പുതിയൊരു സിം കാർഡ് എടുത്ത് കാത്തിയെ വിളിച്ചായിരുന്നു. അവരിവിടെ പുറത്തിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇനി എവിടെയെങ്കിലും വഴിതെറ്റില്ല പോയെന്നുള്ളൂ. കാരണം ഇമിഗ്രേഷൻ നടപടികൾ ലേറ്റായി. കാത്തി ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവർക്കും വളരെയധികം സന്തോഷം. തണുപ്പുണ്ട്. It's colder outside. Are you ready? I know actually when what is the gates? Yeah? No, You had it was to so walk cold, outside. yeah. Oh. Yeah, I want to take your luggage, but you heard a man, so I'm going to I can take this note. Because I don't have this phone number, so I can't have them anymore. You seem so different. You seem so different. Wait. Can you carry it? You take this. Cute. I forgot how to shoot. Yeah, it's kind of old, but it's okay. C'est parti. C'est parti. You go front? Oh, the direction is different. I forgot that. No. You go front. I'm No. behind you. Make your mom sit. Anne, il veut que tu t'assoies devant. Mais après, il a tout envie de Salam കാണിച്ചു തരാം. Ouais. Taxi, look. I want to show them also. Attends, moi je vais. Je pense qu'il est en place. Elle a vu des tailles. It's okay, it's like 3 degrees, so that's a bit. That's a bit tight, but that's our car. That's our Ferrari. Harder. Come on, imagine. ഒന്നോ രണ്ടോ തോട്. Temperature right now. Il fait combien, papa? 4. Nala. 9 degrees. I don't know if this is the correct one. But you see belts? Yeah. Wait. What do you mean you take the bus? Yeah, but it was like A62 something like that. Yeah, you mean that from the. So they will like take, first we have to get into the metro. Yeah. Then we have to Il a pris le métro. Then we have to. Il a pris le train dans l'aéroport. Then we have to take a bus also. À Dubaï. Il a pris le train, le bus à Dubaï. That's super complicated actually. Yeah, I took the first I took the metro, then I took the bus. Oh my god. Mumbai. It reminds her Mumbai. But the thing Il est pas is, sorti de. Il est resté dans le terminal 3 aussi. Hein, il est resté dans le terminal 3. there's an Indian. There are a lot of Indian restaurants down the streets actually. Because yeah. Ça coûte pas cher. Ah ouais. Took that again. Encore un radar. There's another Yeah, radar radar actually. Radar, okay. Like I don't know if you call this radar. You got Maruti Suzuki Swift here? Like in Switzerland and France, there is not that much. I know it's like half big, half small. It's like brown, black. Yeah, It will bark to you and it will be very scared, but you don't need to worry. They don't bite actually. Ça m'étonnerait que ça Okay. Ah si. Oh yeah, Domino's Pizza. Before coming, the thing is, your mom was calling me in the same time, so I had to switch Yeah. between your mom. Because she's so worried. I know she called me 7 times. Oui, oui. Eh ben je suis arrivé, il y avait un bus et j'ai doublé le bus, il y avait 2 feux, je savais pas. Il y avait un rouge et un there's vert. the train. Look how people are not smiling. സ്വിറ്റ്സർലൻഡ് പ്രാന്തപ്രദേശങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. The traffic lights are very different from. It's so different. Actually, I thought
Ah, t'as ton dernier qui te fait mal? We don't know Ah trams. ouais, bah. Yeah. Bah si, mais après les... Oh, je connais plus, moi. Je connais que sur. ജനീവയുടെ തെരുവോരങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. Cathy, you look dark. Okay. Oh la merde, merde. So, Are you happy to meet me? of course I am. Are you? Very I much. hesitate because you were not coming. I waited for you so long. I can't fly the flight, so I will try it more fast. You wanted to go back to Thiruvananthapuram. I asked your brother if you didn't stay to Thiruvananthapuram instead. Et il fait tous les feux, le taxi derrière moi. Il fait tous les feux. Chaque fois je me prends l'orange, lui je prends le rouge. Et il y a le jet d'eau qui est à gauche là. Alors là, jet over there. Some millions, some. Millions? Like, I don't know if you get les grandes maisons là, grandes géantes. Les manoirs. Manoirs. Ah voilà. Ouais, bah c'est clair, en Inde tu t'achètes. Avec 5 crores, ça fait 500 000 euros. Tu vois, je dis, tu peux même pas t'acheter des trucs là. And here you got all the expensive brands: Louis Vuitton, you got Cartier, you got Dior, you got Rolex, Okay. you got like every. Là il y a le jet d'eau, regarde le jet d'eau à Yeah, gauche. oui, je lui ai montré, il l'a vu. You got Montblanc. Là, il y a tous les grands horlogers là. You got all the clothes, brands. You got Prada. Prada. So that's a place for every brands. Yeah. 70 km de lac. Like the, Lake Laman. Acheter un the appartement lake ici, is like 70 c'est kilometers comme long. gagner au loto quand même. Hein. Voilà, les apparts. Do you want to take a shower? What is it? Oh, the dogs. This is. Don't worry, my dogs are not like they will bark at you. Tunnel that Prince Diana died. Non. Est-ce que c'est le tunnel où Princesse Diana est morte? Non, non. non, we're joking. Okay. Il rigole. Hein, That tunnel is very famous. Mais c'est un peu le même. It's genre. the same style, but same, but. Bah il vient avec nous. നമ്മൾ ഇത്രയും നേരം സ്വിറ്റ്സർലൻഡായിരുന്നു. ഇപ്പോൾ ഫ്രാൻസ് കയറി. ഫ്രാൻസിൽ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് നമ്മുടെ അച്ഛൻ പറയുന്നത്. Tiens voilà, département de la Haute-Savoie. Département de la And you Haute-Savoie. got the speed limits depending where you are. Just there. Okay. And you got like as I'm saying, where are the It's like radars? 49 kilometers. On 49 kilometers, you got the possibility of Oh. getting a radar. That means I know where they are, and they are. But it's showing 56, 57. 80 ou 90. It's ça dépend. Voilà. the white line, the white. Okay, there's no more white streak. C'est pas joli là. Hein. It's not pretty, says Ah, there c'est also. pas très joli. But it's different for me. Anyway, I haven't seen this. It's a small supermarket. That's okay. That's biscuits and everything. You wanna travel with? What are you going to buy? I don't know. You wanna buy pork actually, like pork. This is. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത ചീസാണ്. ഇത് കാത്തിയുടെ അച്ഛൻ്റെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതായിട്ട് പുള്ളിക്കാരി അത് പ്രത്യേകിച്ച് വാങ്ങുന്നതാണ്. നല്ല ടേസ്റ്റൊക്കെ ആണെന്ന് പറയുന്നത്. C'est dans le 25. But it's like it's from my dad's region. There's a bit of pride. Allez la chercher. Okay. It's okay, no problem. ആക്ച്വലി നമ്മൾ കത്തിയുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ Watch before traveling. Watch before traveling. നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി കത്തി എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. I will put that at the back so you will Okay. Yeah, it's gonna get full. It's okay. Are you sure you want to stay outside? I'm freezing actually. Really? You're not? It's okay. You're not freezing. Right house. Yes, but we. And there, we're gonna go by there, like it's right outside. here. Oh. There's the Mary. Ah, la mairie. Voilà. മേരി ഇവിടുത്തെ കോർപ്പറേഷൻ ഓഫീസ്. tu sais. Yeah. Voilà. The post office, whatever you want. Yes, it's the center of the village. ആ Yes. That's very old Mary. place actually. That's the city center. That's an old pub, but it's like it's still small, but it's. കത്തിയുടെ വീടെത്തിയേ. Look over all the Ferrari. Are you jealous? Oh my god, I can't believe I am in your home. Voilà, c'est. Only for the dogs. Cathy, we reach your home. How is it looking?
ഫാന്റാസ്റ്റിക്. Are you sure? I'm sure. Anyway, that's where you're gonna spend your days. So yeah, no So more. നമ്മൾ കാത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്.